പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും മയ്യിൽ ഹൈവിഷൻ്റെ നാട്ടകം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നാട്ടകം ഇന്ന് തികച്ചും ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് അഭിമുഖം നടത്തുന്നത്. ഇന്ന് എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് SIR, അതായത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. ഇതിൻ്റെ ഭാഗമായി BLOമാർ വീടുകളിൽ അതിൻ്റെ ഫോം കൊണ്ടുവന്ന് തുടങ്ങി. അതിന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ പലർക്കുമുണ്ട്. സംശയങ്ങൾ എന്ന് മാത്രമല്ല, ആശങ്കകളുമുണ്ട്. ഇതെങ്ങനെ ഈ ഫോം പൂരിപ്പിക്കണം, ഇത് പൂരിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, പിന്നെ അതിനിടയിൽ ഈ 2002 വോട്ടർ പട്ടിക എടുത്ത് നോക്കണം, ഡൗൺലോഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യും എന്നുള്ള ഒരുപാട് ആശങ്കകളുണ്ട്. ഇതൊക്കെ തീർത്ത് തരുന്ന ഒരു അഭിമുഖമാണ് ഇന്ന് നാട്ടകത്തിൽ പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ഈ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തരുന്നത് BLO ആയി 14 വർഷത്തെ സേവന പരിചയമുള്ള ശ്രീ സുനീഷ് ബോബി. നമസ്കാരം. നമസ്കാരം. ഇദ്ദേഹം വ്യാവസായിക പരിശീലന വകുപ്പിലെ റീജിയണൽ ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ അറിയാലോ, സാറിന് തന്നെ അറിയാലോ, ഒരുപാട് സംശയങ്ങൾ, കയ്യിൽ ഫോമുണ്ട്. അതിലേക്ക് വരുന്നതിന് മുന്നേ ആദ്യം എന്താണ് ഈ SIR, ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം? SIR കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2002 അവസാനമായി SIR നടപ്പിലാക്കിയത്. SIR കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, അതായത് തീവ്ര പരിഷ്കരണ വോട്ടർ പട്ടിക പരിഷ്കരണമാണ്. അതായത് നമ്മൾ സാധാരണ സമ്മറി റിവിഷൻ പറയാറുണ്ട്, ഇടക്കിടക്ക് ആൾക്കാരെ കൂട്ടിച്ചേർക്കുന്നത്. പക്ഷേ SIR കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വീടുകളും BLOമാർ സന്ദർശിച്ചുകൊണ്ട് വീട്ടിൽ നേരിട്ടെത്തി അവരെ ഇവിടെ താമസക്കാരനാണെന്ന് ഉറപ്പുവരുത്തുകയാണ്. അപ്പോൾ ഈ ഫോം വിതരണം ചെയ്ത് പറയുന്നത് ഒക്ടോബർ 2025 ഒക്ടോബർ 27 ലിസ്റ്റിൽ വന്ന മുഴുവൻ ആൾക്കാർക്കും ഈ ഫോം വിതരണം ചെയ്യുന്നുണ്ട്. ആ ഫോം വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി അവർ അത് ഫില്ലപ്പ് ചെയ്യുക. ഫില്ലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായി, ഒരു ആശങ്കക്കും വകയില്ലാതെ ഏറ്റവും ലളിതമായിക്കൊണ്ട് അതിൻ്റെ ഒരാളുടെ ജനനത്തീയതി, അതുപോലെ തന്നെ അവരുടെ ആധാർ നമ്പർ, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, രക്ഷിതാവിൻ്റെ പേര്, രക്ഷിതാവിൻ്റെ ID കാർഡ് നമ്പർ അറിയെങ്കിൽ ബ്രാക്കറ്റിൽ ലഭ്യമെങ്കിൽ ഉണ്ട്, അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രമേ അത് പൂരിപ്പിക്കണ്ടൂ. മാതാവിൻ്റെ പേര് ഉണ്ടെങ്കിൽ അവരുടെ ID കാർഡ് നമ്പർ, പങ്കാളിയുടെ പേര് എന്ന് പറഞ്ഞാൽ ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ പേര്, പിന്നെ ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ പേര്. അതാണ് ആദ്യം വരുന്ന ഒരു പോർഷൻ. അതിനിടയിൽ ഒന്ന് ചോദിക്കാനുള്ളത്, ഈ ഫോം ഇപ്പം വീടുകളിൽ BLOമാർ കൊണ്ടുകൊടുക്കുന്നുണ്ട്, അതിനൊരു ഡേറ്റ് ഉണ്ടോ ഇത് പൂരിപ്പിച്ച് തിരിച്ച് വാങ്ങിക്കുന്നത്? അതെ, ഇത് SIR കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇത്തവണ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അർഹരായ മുഴുവൻ ആൾക്കാർക്കും വോട്ട് നിലനിർത്തുകയും അനർഹരായവരെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ പ്രധാന ദൗത്യം. അതായത് ശുദ്ധീകരണമാണ്, വോട്ടർ പട്ടിക ശുദ്ധീകരണമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡബിൾ വോട്ട് എന്നുള്ള സിസ്റ്റം ഇനി ഒഴിവാക്കുക എന്നുള്ളതാണ്. ആബ്സെൻ്റ് ആയവരെ, ദീർഘകാലമായിട്ട് ഇവിടെ ഇല്ലെങ്കിൽ അവരിവിടുന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഷിഫ്റ്റ് ചെയ്തവരെ ASD എന്ന് പറയും, ആബ്സെൻ്റ്, ഷിഫ്റ്റ്, ഡെത്ത്, ഡ്യൂപ്ലിക്കേറ്റ് DD എന്നും കൂടി വരും. അപ്പോൾ ഡെത്ത് ആയവരെ മുഴുവൻ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഷിഫ്റ്റ് ആയവരെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഡ്യൂപ്ലിക്കേറ്റ്, ഒരു ബൂത്തിൽ തന്നെ 2 വോട്ട് ഉണ്ടെങ്കിൽ നിർബന്ധമായും അതും കൂടി ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ 2025 SIRൻ്റെ പ്രധാന പ്രവർത്തനം. അല്ല, ഞാൻ ഇതിൻ്റെ ഡേറ്റ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് ഇതിൻ്റെ ഈ SIRൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. നവംബർ 4 വിതരണം തുടങ്ങി. ഈ ഒരു 15 തീയതിക്കകത്ത് മുഴുവൻ വിതരണം, ഇപ്പം ഞാനല്ല എൻ്റെ 100% വിതരണം കഴിഞ്ഞു, ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ എൻ്റെ ഫോം ഓരോ വീടുകളിലും പോയി അവിടെ ഇട്ട് കൊടുക്കലല്ല, ഉടനടി അവിടെ നിന്ന് തന്നെ ഫില്ലപ്പ് ചെയ്ത് എന്ത് ചെയ്യുന്നു, തിരിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. ഈ BLOമാർ ഇത് കളക്ട് ചെയ്യാനുള്ള അവസാന തീയതി ഉണ്ടോ? ഈ കളക്ട് ചെയ്ത് ഇവരെ ഇപ്പം ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് കളക്ട് ചെയ്ത് നമ്മുടെ ആപ്പിലേക്ക് ഈ സാധനം സ്കാൻ ചെയ്ത് എൻ്റർ ചെയ്യണം, ഇതിൻ്റെ ഡീറ്റെയിൽ അപ്ലോഡ് ചെയ്യണം. ആ ഡേറ്റ് ആണ് ഡിസംബർ 4 എന്ന് പറയുന്നത്. ഡിസംബർ 4 ഈ എല്ലാം പ്രക്രിയ തീരണം. ഡിസംബർ 9 ഇത് വെച്ചുകൊണ്ട് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഇലക്ഷൻ കിട്ടിയാൽ, ഒരു വീടുകളിൽ ഇത് കിട്ടിയാൽ അവർ കഴിയുന്നതും വേഗം അത് പൂരിപ്പിച്ച് വെക്കുന്നതാണ് നല്ലത്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഒരു വീട്ടിൽ മിനിമം 3 തവണയെങ്കിലും BLO പോയിരിക്കണം. ഒരു തവണ പോയിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു ദിവസം
പോയി വരണം, അല്ലെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ഇന്ന സാധനങ്ങൾ വേണം, അല്ലെങ്കിൽ ഞാൻ ഫില്ലപ്പ് ചെയ്ത് തരാം. അപ്പോൾ അത് വാങ്ങി, അത് കൈയോടെ വാങ്ങി അന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ BLOന്റെ വർക്ക് ഒരു പകുതി തീരും. എല്ലാ വീട്ടിലും എല്ലാ ദിവസവും ആളുണ്ടാവണമെന്നില്ല, അതുകൊണ്ടാണ് ഈ 3 തവണയെങ്കിലും പോയിരിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ഇനി നമുക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ അറിയാൻ. അതിനു മുന്നേ എല്ലാവരുടെയും ഒരു സംശയം ഈ ഫോം പൂരിപ്പിക്കുന്നതിനെ പറ്റിയാണല്ലോ. അതെ, അതെങ്ങനെയാണ്? അത് ഒന്ന് ഇപ്പം പറഞ്ഞു, പക്ഷെ നമുക്ക് ഈ ഫോം ഇപ്പൊ എന്റെ ഒരു സംശയം, ഒരു ഫോമിൽ നമ്മൾക്ക് തന്ന ഫോമിൽ ഇപ്പൊ 3 പാർട്ട് കാണുന്നു. അതെ, മേലെ ഭാഗത്തുള്ള ഒരു പാർട്ട്, താഴെ ഒരു പാർട്ട്, ഇടതുവശത്ത് വലതുവശത്ത്. അതെ, ഇത് എങ്ങനെയാണ് ഇത് പൂരിപ്പിക്കുന്നത്? അതെ, ഇത് അത്ര വലിയൊരു കോംപ്ലിക്കേഷൻ ഉള്ള കാര്യമല്ല. അതായത് നമുക്ക് 2025 വോട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഇലക്ഷൻ കമ്മീഷൻ അടിച്ചു തന്നിട്ടുണ്ട്. വോട്ടറുടെ പേര്, അവരുടെ എപ്പിക് നമ്പർ, വിലാസം, അവരേതാണ് ബൂത്ത്, അവരുടെ സീരിയൽ നമ്പർ എവിടെയാണ്, പാർലമെൻറ്റ് മണ്ഡലം എവിടെയാണ്. ഇവിടെ ഒരു QR കോഡാണ്, നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ BLO ആപ്പിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. നിലവിലൊരു ഫോട്ടോ അവിടെ ഉണ്ട്. ഈ ഫോട്ടോ മോശമാണെങ്കിൽ നിലവിൽ പുതിയൊരു ഫോട്ടോ ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും ഇപ്പോഴുണ്ട്. നിർബന്ധമില്ല. എപ്പിക് നമ്പർ എന്ന് പറയുന്നത് ഇലക്ടറൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് നമ്പർ, ഉദ്ദേശിക്കുന്നത് ഇലക്ഷൻ ID കാർഡ് നമ്പർ. അങ്ങനെയാണ് ആൾ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് കുറെ കൺഫ്യൂഷൻ. എപ്പിക് പറഞ്ഞാൽ അറിയില്ല, പക്ഷെ ID കാർഡ് നമ്പറാണ് എപ്പിക് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇനി എഴുതേണ്ട കാര്യം, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനന തീയതി ഇവിടെ എഴുതുക. DDMMYY എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനി 5/4/1979 അല്ലെങ്കിൽ 5/4/79 എഴുതിയാലും തെറ്റില്ല. പിന്നെ എഴുതേണ്ടത് ആധാർ നമ്പറാണ്. അത് ഓപ്ഷനിലാണ്, നിർബന്ധമല്ല. അപ്പോൾ ആധാർ നമ്പർ അവിടെ ഉണ്ടെങ്കിൽ അത് എഴുതുക. പിന്നെ മൊബൈൽ നമ്പർ, അത് അവനവൻ്റെ മൊബൈൽ നമ്പറാണ് അവിടെ എഴുതേണ്ടത്. ഇനി അതാ ഒരു വീട്ടിൽ പിന്നെ ഒരു കുട്ടിക്ക് മൊബൈൽ നമ്പർ ഇല്ല, അവർ മിസ്സായിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ മൊബൈൽ നമ്പർ എഴുതിയാൽ മതി, അല്ലെങ്കിൽ അമ്മേൻ്റെ മൊബൈൽ, അവരൊരു ആധികാരികമായ ഒരാളെ മൊബൈൽ നമ്പർ എഴുതിയാലും മതി. പിന്നെ വരുന്നത് പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേരാണ്. അത് ഇവിടെയുള്ള ഇയാളുടെ, ഇപ്പം എൻ്റെ അച്ഛനാണ്, എൻ്റെ അച്ഛൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ പിതാവിൻ്റെ എപ്പിക് നമ്പർ ബ്രാക്കറ്റിലുണ്ട്, ലഭ്യമെങ്കിൽ, നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ അത് എഴുതുക. പിന്നെ മാതാവിൻ, അതിലൊരു സംശയം വരുന്നത് ചിലപ്പം 2002 എഴുതണോ ഇപ്പോൾ എഴുതണമെന്നില്ലാണ്. പക്ഷെ ഇപ്പോൾ എഴുതിയാലും മതി. 2002 അന്ന് നമ്പർ ഒരു 6 അക്ക നമ്പർ, 8 അക്ക നമ്പർ, ചിലപ്പോൾ നമ്പറും ഇല്ല. അതുകൊണ്ടാണ് ലഭ്യമെങ്കിൽ എന്ന് പറഞ്ഞത്. ഇപ്പോൾ 10 അക്ക നമ്പറാണ്, ആ നമ്പറാണ് എഴുതേണ്ടത്. പിന്നെ മാതാവിൻ്റെ പേര്, മാതാവിൻ്റെ എപ്പിക് നമ്പർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ പങ്കാളിയുടെ പേര്, ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ പേര് എഴുതണം, അവർ എപ്പിക് നമ്പർ എഴുതണം. ഇനി ഭാര്യയാണ് പൂരിപ്പിക്കുന്നതെങ്കിൽ ഭർത്താവിൻ്റെ പേര് എഴുതണം, ഭർത്താവിന്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ അതും ലഭ്യമാണെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. 3 പേരും ലഭ്യമാണെങ്കിൽ മാത്രം അത് മതി. അപ്പൊ അങ്ങനെയാകുമ്പോ ഈ മുകൾ ഭാഗത്തുള്ള കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യണം, മുഴുവനാണ്. 2025 വോട്ടർ പട്ടികയിലുള്ള ഈ ഫോം കിട്ടിയ മുഴുവൻ പേരും അത് എഴുതണം. ഈ മേലെ ഭാഗം പൂരിപ്പിക്കണം, അതാണ് നിർബന്ധമായി പൂരിപ്പിക്കേണ്ടത്. ഇനി താഴെ 2 ഭാഗം, ഇടതുവശം വലതുവശം. അതെ, അതിൽ ഇടതുവശം എന്ന് പറയുന്നത് കൃത്യമായി പറയുന്നുണ്ട്. അവസാന SIR എന്ന് പറഞ്ഞാൽ 2002, ആ 2ന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞാൽ 2000 ഉൾപ്പെട്ടിട്ടുണ്ടോന്ന് നമ്മൾ അറിയണം. അതെങ്ങനെ അറിയും? അത് എങ്ങനെ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് BLO എന്ത് ചെയ്യും? BLO വീട്ടിൽ വരുമ്പോൾ BLOക്ക് ഇലക്ഷൻ കമ്മീഷൻ 2002 ആ ബൂത്തിലെ പിന്നെ വോട്ടർ പട്ടിക കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ഇപ്പോൾ 95-ാം ബൂത്തിലാണ് പയ്യന്നൂർ ഉള്ളത്. അന്ന് ഇപ്പോഴത്തെ പിന്നെ പയ്യന്നൂരിന്റെ നമ്പർ 006 ആണ്, ഏത് മണ്ഡലം നമ്പർ. പക്ഷെ അന്ന് 2002 007 ആണ്. പിന്നെ 57 ആണ് അന്നത്തെ ബൂത്ത്. ഇപ്പൊ 95 ആണെങ്കിൽ അന്ന് 57 ആണ്. പക്ഷെ അത് കൃത്യമായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ഈ പറയുന്ന വോട്ടർ പട്ടിക BLOന്റെ അടുത്ത് കയ്യിലുണ്ട്. അപ്പോൾ BLO നിർബന്ധമായും ആ വോട്ടർ പട്ടിക അവരെ കണ്ടെത്തി, അവരുടെ എന്ന് പറഞ്ഞാൽ അതാണ് ജനങ്ങൾക്ക് ഒരു വിഷയം അതിലില്ല എന്ന് പറയുന്നത്. BLO കണ്ടെത്തി, അതായത് ഇപ്പൊ എൻ്റെ പേര് സുനീഷ്, 2002 എൻ്റെ പേര് സുനീഷ് തന്നെയാണ്. അതിന്റെ എപ്പിക് നമ്പർ ഇപ്പോഴുള്ള എപ്പിക് നമ്പർ ആയിരിക്കില്ല, ഒരു 6 അക്ക നമ്പറാണ്. ആ നമ്പർ എഴുതി കഴിഞ്ഞ് പിന്നെ ഇവിടെ ബന്ധുവിന്റെ പേര് എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛന്റെ പേരാണ്, എൻ്റെ അച്ഛന്റെ പേര്. പിന്നെ ബന്ധം, അച്ഛയുടെ അമ്മ, അത് ആ പട്ടികയിൽ 2002 പട്ടികയിൽ പിതാവ് അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മാതാവ് ഇത് കാണും. അതാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ എഴുതേണ്ടത് ബന്ധം, പിതാവ്.
ജില്ല കണ്ണൂർ, സംസ്ഥാനത്തിന്റെ പേര് കേരളം, മണ്ഡലത്തിന്റെ പേര് പയ്യന്നൂർ. പിന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ 007. പയ്യന്നൂർ എന്ന് പറയുന്നത് ഇതിപ്പോ പയ്യന്നൂർ ഒരു ഫോം ആയതുകൊണ്ടാണ് പയ്യന്നൂർ നമ്പർ. ആ സമയത്ത് തളിപ്പറമ്പാണെങ്കിൽ തളിപ്പറമ്പ് നമ്പർ 008 ആണ്. ആ നമ്പർ ഓരോന്ന് ഇരിക്കൂർ ആണെങ്കിൽ അന്നൊന്നും പിന്നെ ഇത് കൂത്തുപറമ്പ് മണ്ഡലം ഉണ്ട്, പക്ഷേ ഈ പറയുന്ന മട്ടന്നൂർ മണ്ഡലം ഇല്ല. അപ്പൊ അങ്ങനെ അത് നോക്കണം. അത് അതിന്റെ ഒരു ലിങ്കും കൂടി ജനങ്ങൾക്കും കൊടുക്കുന്നുണ്ട്, ഈ പറയുന്ന BLOമാർക്കും കൊടുക്കുന്നുണ്ട്. ലിങ്കിൽ കണ്ടുപിടിക്കാം. കേരളത്തിൽ എവിടെയും വോട്ട് ഉണ്ടെങ്കിലും ആ വോട്ട് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി. അതിന്റെ ആ ലിങ്ക് ഇപ്പം ഈ പറഞ്ഞത് BLOമാരുടെ കയ്യിൽ ഈ ടേബിൾ ഉണ്ടാവും. അപ്പൊ അവരോട് ചോദിച്ചാൽ അവർക്ക് ഇപ്പൊ ഞാൻ എന്റെ ഉദാഹരണം എടുത്താൽ ഞാൻ 2002 ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഈ എന്റെ അടുക്ക് വരുന്ന BLOന് പറഞ്ഞു തരാൻ പറ്റും. എവിടെയാണെങ്കിലും കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും. അപ്പൊ അത് മാത്രമല്ല നമുക്കിത് ഫില്ല് ചെയ്യാൻ എളുപ്പമാണ്. ഇനി അഥവാ ഇത് നിങ്ങൾ നിർബന്ധമായി ഫില്ല് ചെയ്യണമെന്നില്ല. ഇത് ആരും ഫില്ല് ചെയ്യണം? BLO ചെയ്യേണ്ടതാണ്. ഇനി അഥവാ നമ്മൾ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യണമെങ്കിലുള്ള സൈറ്റ് ഏതാണ്? CEO ചീഫ് ഇലക്ഷൻ ഓഫീസർ CEO.kerala.gov.in അതിലടിച്ചു കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽ SIR വോട്ടർ സെർച്ച് SIR 2025 വോട്ടർ സെർച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് കിട്ടും. അതിൽ സെലക്ട് ചെയ്യാൻ ഇത്രേ ഉള്ളൂ. ആദ്യ സംസ്ഥാനം കേരളം, ജില്ല കണ്ണൂർ, അതിൽ തന്നെ ഡ്രോപ്പ് ബോക്സ് ഉണ്ട്. നമ്മളെ പേര് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം. അതെല്ലാം നിർബന്ധമല്ല. അല്ല, ആകെ ഈ മണ്ഡലം ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ മണ്ഡലം, അതുപോലെ തന്നെ ബൂത്ത്, നമ്മൾ വോട്ട് ചെയ്യുന്ന സ്കൂൾ ആണെങ്കിൽ ആ സ്കൂള്, അതുപോലെ തന്നെ നമ്മളെ പേര് സെർച്ച് ചെയ്താൽ ആ ബൂത്തിലെ അല്ലെങ്കിൽ പേര് പോലും കൊടുക്കണമെന്നില്ല. അപ്പോൾ പേര് മലയാളത്തിൽ കൊടുക്കണം. അതായത് ഇപ്പം എന്റെ പേര് അനിൽ എന്നാണ്, കുറെ അനിൽമാര് വരും. അതിൽ എന്റെ അച്ഛന്റെ പേര് അതൊന്ന് ഒരു ഗ്രീൻ കളറിൽ ഉണ്ട് വീട്ടിന്റെ, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ആ വീട്ടിലെ അച്ഛൻ, അമ്മ, അന്ന് വോട്ടില്ലേ മുഴുവൻ ആളെ പേരും അതിൽ കൃത്യമായിട്ട് വരും. അപ്പൊ നമുക്കത് കൺഫേം ആക്കാൻ വേണ്ടി പറ്റും. അതാണ് ഈ ഇടതുവശത്തെ കോളം. അതായത് 2002 വോട്ടുള്ള അവരുടെ ഡീറ്റെയിൽ എഴുതാം. ഇനി 2002 ആ ലിസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ എന്റെ പേര് അതിലില്ല എങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ 2002 ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ എന്റെ പേരില്ല. അപ്പൊ ഞാൻ എന്റെ അച്ഛന്റെ പേര് കൊടുത്തിട്ട് സെർച്ച് ചെയ്യണ്ടേ അതിലുണ്ടോ എന്നുള്ളത്? അതെ, അച്ഛന്റെ പേര് കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛന്റെ പേര് കിട്ടും. അച്ഛന്റെ പേര് എന്ത് ചെയ്യണം? ഈ പേര് നിന്നെടുത്തത് അച്ഛന്റെ പേരാണ് എഴുതേണ്ടത്. എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇത് ഓൾറെഡി എന്തുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഓൾറെഡി ഈ സാധനം അടിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മളെ പേരല്ല എഴുതേണ്ടത്. ഇവിടെ എഴുതേണ്ടത് 2002 ഉണ്ടായിരുന്ന എന്റെ അച്ഛന്റെ പേര്. അതായത് ഈ മൂന്നാമത്തെ കോളത്തിൽ അതായത് എഴുതിയിട്ടുണ്ട് മുൻ കോളത്തിൽ അവസാന SIRൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറിന്റെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ. അപ്പൊ കൃത്യമായി എന്ന് പറയുമ്പോ അച്ഛൻ അമ്മ മാത്രമേ വരുള്ളൂ. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ അമ്മ, പിന്നെ പങ്കാളിയുടെ പേര് എഴുതാന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിട്ടില്ല. അച്ഛൻ അമ്മ, അച്ചാച്ചൻ അമ്മമ്മ, ആ രീതിയിലേക്ക് എഴുതാം. ഞാൻ എന്റെ പേരില്ലെങ്കിൽ ഈ പറയുന്ന ഇവരുണ്ടോന്നാണ് ഞാൻ നോക്കേണ്ടത്. അതെ. അപ്പൊ അച്ഛന്റെ പേര് എഴുതും അവിടെ. പിന്നെ അവിടെ വീണ്ടും പറയുന്നുണ്ട് എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ മാത്രം എഴുതിയാൽ മതി. പിന്നെ വീണ്ടും ബന്ധുവിന്റെ പേരുണ്ട്. ആ ബന്ധുവിന്റെ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അച്ഛന്റെ പേര്. അതായത് ഇവിടെ ഞാൻ അച്ഛന്റെ പേരാണ് എഴുതിയത്. ആ അച്ഛന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. അതായത് ഈ ലെഫ്റ്റ് സൈഡ് കോളത്തില് ഞാൻ എന്റെ പേര് എഴുതിയിട്ട് എന്റെ ബന്ധുവിന്റെ പേര് എന്നുള്ള സ്ഥലത്ത് എന്റെ അച്ഛൻ്റെ എഴുതുന്നത് പോലെ ഇവിടെ ആദ്യത്തെ പേര് എഴുതിയത് ആരെയാണോ അയാളുടെ അമ്മയുടെ പേര്. അതെ, അതാണ് എഴുതുന്നത്. അതാണ് എല്ലാവർക്കും ഒരു സംശയം വരുന്ന കേസാണ്. ആ സംശയമാണ് ഇത് ഏറ്റവും ഇലക്ഷൻ കമ്മീഷൻ തന്നെ ക്ലിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മലയാളത്തിലായതുകൊണ്ടാണ് കുറച്ചും കൂടി ചിലപ്പോൾ കൺഫ്യൂഷൻ വരിക. ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് അത് ക്ലിയർ ആക്കേണ്ടിയിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ വലതുവശത്തെ 2002 പേരില്ല എന്നാണെങ്കിൽ അതില് ഞാനാണിപ്പോ ഇത് എഴുതുന്നതെങ്കിൽ എന്റെ പേര് 2002 ഇല്ലെങ്കിൽ ഈ വലതുവശത്തെ മൂന്നാമത്തെ കോളത്തിൽ എന്റെ പേര് എഴുതേണ്ടതേ ഇല്ല. ക്ലിയർ, അത് ക്ലിയർ. പിന്നെ എഴുതേണ്ടത് ബന്ധം നമ്മൾ എഴുതി. ഈ പിതാവ്, ഈ പറയുന്ന ഇവര് തമ്മിലല്ല, ഇവര് തമ്മിൽ. അപ്പൊ പിന്നെ ജില്ല കണ്ണൂർ, സംസ്ഥാനം സാധനം പോലെ തന്നെ അവിടെ ഈ പറയുന്ന സീരിയൽ നമ്പർ കണ്ടുപിടിച്ച് അവിടെയും എഴുതണം. ഈ ബന്ധുവിന്റെ അച്ഛന്റെ ഇതും കൂടി എഴുതി കഴിഞ്ഞാൽ ഇതോടുകൂടി ഒരു ഒപ്പിട്ടോടുകൂടി, ഒപ്പ് എന്ന് പറയുന്നത് അവനവനെ വേണമെന്നില്ല. ഇപ്പൊ ചില മക്കള് പിന്നെ ബാംഗ്ലൂർ പഠിക്കുന്നുണ്ടാവും, ആ മക്കൾക്കും ഓൾറെഡി ഫോം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ മക്കള് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എല്ലാവർക്കും വേണ്ടി മുതിർന്ന ഒരാളുടെ കൃത്യമായി പറയുന്നുണ്ട് വോട്ടറുടെയോ മറ്റേതെങ്കിലും മുതിർന്ന കുടുംബാംഗത്തിന്റെയോ ഒപ്പ്,
ഒപ്പ് മാത്രം, അല്ലെങ്കിൽ വിരലടയാളം. അത് പിന്നെ ഇത് കോമൺ ഫോം ആയതുകൊണ്ടാണ്, ഇന്ത്യ മൊത്തം അടിക്കുന്ന ഫോം ആയതുകൊണ്ട് ചിലപ്പോൾ എല്ലാ സ്ഥലത്തും ഒപ്പിടണമെന്ന് എല്ലാ ഓൺലൈനിലും ഫില്ല് ചെയ്യാം. ഇപ്പൊ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് ഓൺലൈനിലും ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഒപ്പും ഡേറ്റുമാണ് ചോദിക്കുന്നത്. പിന്നെ താഴെ BLO കൂടി ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ 2 കോപ്പിയാണ് കൊടുക്കുന്നത്. ഒരു കോപ്പി നിങ്ങൾക്ക് തരും, ഒരു കോപ്പി BLO കൊണ്ടുപോയി രാത്രി തന്നെ അപ്ലോഡ് ചെയ്ത് ഇലക്ഷൻ കമ്മീഷന് അല്ലെങ്കിൽ ഈ പറയുന്ന വില്ലേജ് ഓഫീസ് വഴി കളക്ടറേറ്റിലേക്ക് ഈ ഡിസംബർ 4 തിരിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ 2 കോപ്പിയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. 2 കോപ്പിയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇതിൽ മറ്റൊരു സംശയം, ഇപ്പൊ ഈ 2002 ഇല്ല എന്ന് പറഞ്ഞു, ഞാൻ എന്റെ പേരില്ല എന്ന് പറഞ്ഞു, ഞാൻ എന്റെ അച്ഛനോ അമ്മയോ ഉണ്ടല്ലോ അത് എഴുതി. അപ്പൊ അങ്ങനെ ചില ആൾ ഈ അച്ഛന്റെയും അമ്മേന്റെയും പേര് പോലും അതിൽ ഉണ്ടാതിരിക്കാൻ സാധ്യതയില്ലേ? അതെ, അപ്പൊ എന്ത്? അതിലാണ് കുറെ ആൾക്ക് ആശങ്ക ഇതിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ചെയ്യുന്നൊരു കാര്യം, എന്റെ ഈ ബൂത്തിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം, പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് വന്നവരെ ഒരു വിഷയം ഞാൻ ആദ്യം എടുക്കാം. കല്യാണം കഴിഞ്ഞ് വന്നൊരു കേസാണെങ്കിൽ ആ കുട്ടി 40 വയസ്സിന് മുകളിലാണെങ്കിൽ, കാരണം 2002 ഇത് നടന്നത്, അപ്പൊ 23 വർഷമായി. അപ്പോൾ 18, അതുകൊണ്ടാണ് ഇവിടെ ഇതിൽ പറയുന്നൊരു കാര്യം, 40-നും 18-നും ഇടയിൽ ഉള്ള കുട്ടികളാണെങ്കിൽ അവരുടെ അച്ഛനും അമ്മേന്റെയും ഇതിൽ BLOമാർക്ക് മാപ്പ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് രേഖകളൊന്നും ആവശ്യമില്ല. നിങ്ങൾ നേരത്തെ ചോദിച്ച നല്ല സംശയമാണ്. 2002 ഒരു തലത്തിലും കേരളത്തിൽ എവിടെയും വോട്ടില്ലെങ്കിൽ അവർ അച്ഛനും ഇല്ല അമ്മക്കും ഇല്ല ആർക്കും ഇല്ലെങ്കിൽ അവർ നിർബന്ധമായി ഈ ഫോം ഫില്ലപ്പ് ചെയ്യണം. പക്ഷെ ഈ 2 സൈഡും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവരെന്ത് ചെയ്യും? ഈ പറയുന്ന 2025 ഡിസംബർ 9 ഇറങ്ങുന്ന പട്ടികയിൽ അവർ ഉൾപ്പെടുത്തും. പക്ഷെ അവരെന്ത് ചെയ്യേണ്ടി വരും? ഒരു 12 രേഖകൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട്. അതായത് നമ്മളെ ഈ ഗവൺമെന്റിന്റെ ID കാർഡ് മുതൽ നമ്മളിപ്പോൾ സുപ്രീം കോടതി കേസ് പറഞ്ഞ ആധാർ വരെ ഉള്ള 12 രേഖകളുണ്ട്. ആ 12 രേഖകൾ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കിയാൽ അവരെയും ഇതിൽ 2025 ഡിസംബർ 9 കരട് പട്ടിക വരുന്നു. ജനുവരി ഫുൾ ഒരു മാസം ഇതിനു വേണ്ടി കൊടുക്കുന്നു. പിന്നെ ഫെബ്രുവരി 7 ഇതിന്റെ ഫൈനൽ പട്ടിക വരിക. അപ്പൊ അതുവരെ നിങ്ങൾക്ക് എന്തുണ്ട്? അതിനുള്ള സമയമുണ്ട് രേഖകൾ ഹാജരാക്കാൻ. ആ രേഖകളും കൂടി ഹാജരാക്കുന്നതോടുകൂടി അവരും ഈ ഫൈനൽ പട്ടികയിൽ ഇടം പിടിക്കും. ഇതിപ്പോ നമ്മൾ ഫില്ല് ചെയ്ത് BLOയെ ഏൽപ്പിച്ചു. ഇനി എപ്പോഴെങ്കിലും നമ്മളെ ഇതൊരാളത് ഇത് ക്ലിയർ ആണ് എന്ന് വെച്ചോ, ക്ലിയർ ആണെങ്കിൽ എപ്പോഴെങ്കിലും ഇനി നമ്മളെ വിളിപ്പിക്കുകയോ നമ്മൾ മറ്റ് രേഖകൾ സമർപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ? ഇത് BLO ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന 2002 മാപ്പ് ചെയ്ത് വെച്ച് റെഡിയായി ഈ ആധാർ ഡീറ്റെയിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു രേഖകളും ഹാജരാക്കേണ്ടി വരില്ല. ഹാജരാക്കേണ്ടി വരുന്ന കേസ് ഞാൻ പറഞ്ഞത് 2002 പട്ടികയിൽ ഒരു തരത്തിലും അച്ഛന്റെ അച്ഛനോ അവരാരും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ നിർബന്ധമായും ഇത് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ച് നിർബന്ധമായും ഇതിന്റെ രേഖകൾ ഹാജരാക്കും. ഞാൻ പറഞ്ഞു വന്ന നേരത്തെ കല്യാണം കഴിഞ്ഞ് വന്നവര് അവിടെ വോട്ട് ഉണ്ടാവും 40 വയസ്സിന് മുകളിലാണെങ്കിൽ. അപ്പൊ ആ വോട്ട് അവിടെ ഉണ്ടാവും. ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ശേഷം ഇവിടെയും വോട്ടാക്കിയിട്ടുണ്ടാവും. ഈ 2 സ്ഥലത്തിലെ വോട്ട് കംപ്ലീറ്റ് ഒഴിവാക്കി ഒരു സ്ഥലത്ത് നിർത്തുക എന്നാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അർഹരായ മുഴുവൻ ആളെയും വോട്ടർ പട്ടികയിൽ നിലനിർത്തുകയും അനർഹരായവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് SIR. ഒരു സംശയം, ഇപ്പോൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു അവര് ഇപ്പം ഈ 2002 ശേഷം എത്രയോ തവണ വോട്ട് ചെയ്തല്ലോ. അതെ, അവരിപ്പോ ആ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ വാർഡില് അവിടെ വോട്ട് ചെയ്തു. മറ്റു സ്ഥലത്ത് അവർക്ക് വോട്ടില്ല, അതൊക്കെ തള്ളി ഇവിടെ വോട്ട് ചെയ്തു. അപ്പൊ ഇപ്പോഴോ അവർക്ക് വിഷയമില്ല. അതേസമയം ഈ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തിക്ക് അവരുടെ പഴയ വീട്ടിലുള്ള സ്ഥലത്താണ് വോട്ട്. ഇപ്പൊ ഭർത്താവിന്റെ അടുക്ക താമസിക്കുമ്പോൾ അവിടെ വോട്ടില്ല. ഇത് ഫില്ല് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞു. ആ വോട്ട് ഇവിടത്തേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ഇനി എന്താണ് ചെയ്യുന്നത്? നല്ലൊരു ചോദ്യമാണ്. അതായത് 2 സ്ഥലത്ത് വോട്ടില്ല, ആ ജനിച്ച സ്ഥലത്ത് വോട്ടുണ്ട്. അവിടുത്തെ BLO ഈ ഫോം അവിടെ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞ ശേഷം അവരോട് ചോദിക്കും, ഈ വോട്ട് ഇവിടെ നിലനിർത്തണോ അതോ അവിടത്തേക്ക് മാറ്റിയിട്ടുണ്ടോ? അപ്പൊ വീട്ടുകാർ പറയും സ്വാഭാവികമായിട്ട് പിന്നെ വോട്ട് അവിടെ നിലനിർത്തണം എന്ന് പറയുകയാണെങ്കിൽ ഈ ഫോം അവിടെ ഫില്ലപ്പ് ചെയ്ത് കൊടുത്ത് അവിടെ നിലനിർത്തുകയും, പക്ഷെ ഇതിന്റെ യഥാർത്ഥ പ്രൊസീജിയർ പറഞ്ഞു കഴിഞ്ഞാൽ താമസമുള്ള സ്ഥലത്ത് എന്താണ് വോട്ട് ചേർക്കുക എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. സ്വാഭാവികമായി ചെയ്യേണ്ട ഒരു കാര്യം, കല്യാണം കഴിഞ്ഞ ഉടനെ ആ സാധനം ഷിഫ്റ്റ് ചെയ്യണമായിരുന്നു. ഫോം 8 കൊടുത്തു കഴിഞ്ഞാൽ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. മുമ്പേ അത് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ സൈറ്റ് ഫ്രീസ് ചെയ്തിട്ടുള്ളത് ഡിസംബർ 9 ശേഷം സൈറ്റ് വീണ്ടും ഓപ്പൺ ആവും. അപ്പോൾ ഇപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അവിടെ ഫോം ഫില്ലപ്പ് ചെയ്യുകയും അവിടെ വോട്ട് നിലനിർത്തിക്കൊണ്ട് കരട് പട്ടികയിൽ വരികയും അവർക്ക് രേഖകളൊന്നും ഹാജരാക്കാതിരിക്കുകയും
പിന്നീട് 9 ശേഷം ഫോം 8 കൊടുത്ത് ഇവിടുത്തെ ഈ പുതിയ വോട്ട് സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വോട്ട് നിലനിർത്തും, ഇവിടത്തേക്കാവും, അവിടുന്ന് ഒഴിവാകും. അതുമായി ബന്ധപ്പെട്ട മറ്റൊന്ന്, കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വ്യക്തി ഇത്രയും നാളായിട്ട് ഈ കല്യാണം കഴിച്ച ഭർത്താവിന്റെ ആ സ്ഥലത്താണ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2002 വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ പഴയ സ്ഥലത്താണല്ലോ അവരെ വോട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അവരിനി വോട്ട് ഷിഫ്റ്റ് ചെയ്യലോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് എന്ത് പോയിട്ടുണ്ടാവില്ല, അവിടെ ഫോം പോയിട്ടുണ്ടാവില്ല. കാരണം 2025 അവരില്ലല്ലോ. 2002 ശേഷം വരികയും ഇവിടെ വോട്ട് ആക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ അത് മാറ്റിയിട്ടുണ്ടാവും. സ്വാഭാവികമായി ഇപ്പോൾ ഞാനല്ല നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥ എന്ന രീതിയിലേക്ക് ഞാൻ കല്യാണം കഴിച്ച ഉടനെ എൻ്റെ ഭാര്യയുടെ വോട്ട് അവിടുന്ന് മാറ്റി നിർബന്ധമായും ഞാൻ എൻ്റെ കൂടെ താമസിക്കുന്ന അവിടത്തേക്ക് വോട്ട് മാറ്റുകയും ഈ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാന സംശയം, ഇപ്പൊ നേരത്തെ പറഞ്ഞ 2002 വോട്ടർ പട്ടികയാണ് ഏറ്റവും അവസാനം സമഗ്രമായി പരിഷ്കരിച്ചത്. SIR വന്നത് 2002 അതാണ് നമ്മളിപ്പോ നോക്കുന്നത്. 2 അല്ല, അതിനുശേഷം കുറെ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. എല്ലാവരും അതിലൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഇല്ലാത്തത് കൊണ്ട് അതാണ് അവരുടെ സംശയം. നമ്മളിപ്പം കുറെ നാളായി വോട്ട് ചെയ്യുന്നു, നമ്മൾ വോട്ടർ പട്ടികയിലുണ്ട്, നമ്മുടെ രേഖകളൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ട് BLO മാരെന്നെ വാങ്ങിക്കൊണ്ടുപോയിട്ട് വോട്ട് ആക്കി. പക്ഷെ 2002 പരിശോധിക്കുമ്പോൾ നമ്മൾ അതിലില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ വോട്ടർ ആണല്ലോ, ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും? ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. 2002 ഏറ്റവും അവസാനം നടന്ന SIR. ഇനി 2025 ഇപ്പോൾ നടക്കുന്ന SIR. ഇനി ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ഇത് വെച്ചുണ്ടാക്കുന്ന ശുദ്ധീകരണം കഴിഞ്ഞ ഉടനെ 2025 SIR എന്നതായിട്ട് പ്രഖ്യാപിക്കുക. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ ബേസ്. പക്ഷെ അന്ന് വോട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് വോട്ട് തള്ളില്ല. 2025 ഞാൻ നേരത്തെ പറഞ്ഞു, 2025 പട്ടികയിൽ വന്ന മുഴുവൻ ആളുടെയും വോട്ട്, അർഹരായ മുഴുവൻ ആളുടെയും വോട്ട് ഉറപ്പിക്കലാണ് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് 2025 ഒരു രേഖയും ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പറയുന്ന 12 രേഖകൾ, ബർത്ത് സർട്ടിഫിക്കറ്റ് ആയാലും ഈ പറയുന്ന അവസാനം പറഞ്ഞ ആധാർ ആയാലും, ആ രേഖ 9 ശേഷം ഹിയറിംഗ് നോട്ടീസ് വരുമ്പോൾ ഹാജരാക്കുന്നതോടുകൂടി ഫെബ്രുവരി 7 വരുന്ന ഫൈനൽ പട്ടികയിൽ അയാൾ ഈ രേഖയിൽ ഉണ്ടാവും, വോട്ടർ പട്ടികയിൽ ഉണ്ടാവും. അതായത് ചുരുക്കി പറഞ്ഞാൽ 2002 വോട്ടർ പട്ടികയിൽ, അതായത് ഇപ്പൊ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് 2002 വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ എന്നുള്ള കാരണം കൊണ്ട് വോട്ട് നഷ്ടപ്പെടില്ല. ഇല്ലെങ്കിൽ അദ്ദേഹത്തെ ഇപ്പോഴത്തെ ഈ പരിഷ്കാരത്തിൽ അതിൽ ഉൾപ്പെടുത്തുകയും 2025 സമഗ്ര പരിഷ്കരണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ഉദ്ദേശം. അതെ, ആവശ്യമായ രേഖകൾ ഹാജരാക്കുന്നതോടുകൂടി ഫൈനൽ പട്ടികയിൽ സ്ഥാനം ഉറപ്പിക്കാം. അപ്പൊ ഈ ഇതൊക്കെ പറഞ്ഞാൽ നോക്കുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൽ ഒരു കോംപ്ലിക്കേഷനോ ഒരടിസ്ഥാനമില്ല. പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തില് രാഷ്ട്രീയ ബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള, പ്രത്യേകിച്ച് BLO സംവിധാനം അത്ര ശക്തമായ സംവിധാനം. ഇപ്പൊ എൻ്റെ ഈ ബൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മരിച്ചു കഴിഞ്ഞ ഉടനെ ഈ ബൂത്തിൽ ഇപ്പൊ സംബന്ധിച്ചിടത്തോളം 839 വോട്ടേഴ്സാണ് ഉള്ളത്. 2025 839 ഫോം ഉണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ 2 പേര് മരിച്ചിട്ടുണ്ട്. അതുവരെയുള്ള എല്ലാ മരണങ്ങളും ഞാൻ ഉടനടി ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 2 പേരുടെ ഫോം. ഇനി അങ്ങനെ ഒരു സംശയം കൂടി വരും, അതും കൂടി അതിനെ കണക്ട് ചെയ്ത് ഞാൻ പറയാം. ഇപ്പം ഒരാൾ മരിച്ചു, ഇന്നലെ ഒരാൾ മരിച്ചു, അവർ ഈ ഫോം എന്ത് ചെയ്യണം? അതൊരു നല്ല ഇത് കണക്ട് ചെയ്ത് പറയാൻ വേണ്ടി പറ്റുന്ന. അപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇത്രേ ഉള്ളൂ. BLO ആ ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ബന്ധുവിനെ കൊണ്ട് ഈ ഫോം ഫില്ലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല മരിച്ചവരുടെ കേസിൽ. കാരണം അവർ ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടവരാണ്. ഈ BLO ഒരു ബന്ധു ഏതെങ്കിലും ഒരാൾ ഒപ്പിട്ട് വാങ്ങി തിരിച്ചു വാങ്ങുമ്പോൾ അവരുടെ ഫോമിൻ്റെ കൂടെ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ ഒരു സാക്ഷ്യപത്രമുണ്ട്, BLO പറയുന്നത് ഇന്ന തീയതിക്ക് മരിച്ചു എന്ന് പറഞ്ഞ് ആ സാക്ഷ്യപത്രം കൂടി അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഈ വരുന്ന ഡിസംബർ 9 വരുന്ന പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും അതുപോലെ തന്നെ ശുദ്ധീകരിക്കുകയും. ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കണം BLO എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. വിവരം പറഞ്ഞ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയേ വേണ്ടു. ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ചിലപ്പോൾ ഒരാഴ്ച ഈ സമയത്തിനുള്ളിൽ കിട്ടാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഒരു സംശയമില്ല, ഒരു സത്യവാങ്മൂലം അഫിഡവിറ്റ് ഉണ്ട്, BLOന്റെ അടുത്തുണ്ടാവും, ആ അഫിഡവിറ്റ് പൂരിപ്പിച്ചു കൊടുത്താലും മതി. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ വളരെ കൃത്യമായി നടക്കുകയാണെങ്കിൽ ശുദ്ധീകരിച്ച ഒരു വോട്ടർ പട്ടിക കൃത്യമായിട്ട് 2025 വരാൻ പോകുന്നു. നമുക്കിപ്പോൾ ഈ ഫോം പൂരിപ്പിക്കുന്നതും SIR-ആയി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ സാർ ഇപ്പോൾ പറഞ്ഞു. മറ്റൊന്ന് ചോദിച്ചാൽ, സാധാരണ ഈ വോട്ടർ പട്ടികയിൽ ആള് ചേർക്കുക എന്നൊക്കെ പറഞ്ഞാൽ BLO വീട്ടിൽ വരുന്നു, ഫോം തരുന്നു, കൊണ്ടുപോകുന്നു. പക്ഷെ ഈ SIR-നെ സംബന്ധിച്ച് ഈ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ചർച്ചകൾ, വാർത്തകൾ,
കുറെ വിവരണങ്ങൾ ഇപ്പൊ യൂട്യൂബിലൊക്കെ സ്ഥിരമായിട്ട് ഇതൊക്കെയാണ് വരുന്നത്. ഈ SIR ചെയ്യുന്നത് ഇതിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ സർക്കാർ തന്നെ കോടതി പോകുന്നുണ്ടല്ലോ, പല സർക്കാർ. അപ്പോ അത് ഈ ജനങ്ങളുടെ പൊതുവെ ഒരു ആശങ്ക അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ ഫോം ഒക്കെ തരുമ്പോൾ ആളുകൾ, അല്ലെങ്കിൽ ഇത്രയും സിമ്പിളായ ഒരു ഫോം വരുമ്പോൾ ആളുകൾ പേടിക്കേണ്ട ആവശ്യം. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പരക്കെ ഒരു ആശങ്ക നിൽക്കുന്ന ഒരു അന്തരീക്ഷം എന്തുകൊണ്ടാണ്? കുറച്ച് എല്ലാം മാധ്യമങ്ങൾ വായിക്കുമ്പോൾ, നമുക്ക് പത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എന്നോട് ഭാര്യയും ചോദിക്കാറുണ്ട്. പക്ഷേ നമുക്കതിൽ ഒരു ആശങ്കപ്പെടേണ്ട ഒരു അടിസ്ഥാനം അതിനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ സിമ്പിളായ ഫോറം പൂരിപ്പിക്കുന്നതോടുകൂടി നമ്മുടെ വോട്ടർ പട്ടികയിൽ വരികയും അതുപോലെ തന്നെ അത് രേഖകൾ ഹാജരാക്കാൻ പറയുകയാണെങ്കിൽ രേഖകൾ ഹാജരാക്കുന്നതോടുകൂടി ഈ വോട്ടർ പട്ടികയിൽ നിർബന്ധമായും എല്ലാവരും, അതാ ഞാൻ നേരത്തെ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, അർഹരായ മുഴുവൻ ആളും ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടും എന്നുള്ളതാണ് പറയാനുള്ളത്. അതിൽ യാതൊരു ആശങ്കക്കും അടിസ്ഥാനമില്ല. അതായത് നിർബന്ധമായും എല്ലാവരും ഈ ഫോം പൂരിപ്പിക്കുന്നു. ഇനി അതിൽ വേറൊരു സംശയം ഞാൻ കൂടി പറയാം. ചില സമയത്ത് പല ആൾക്കാരും പുറത്ത് ജോലി ചെയ്യേണ്ടി വരുന്നുണ്ടാവും, കുടുംബം അടക്കം പുറത്ത് പോയിട്ടുണ്ടാവും. തൊട്ടപ്പുറത്ത് അയൽവാസിനെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ബന്ധുവിനെ കണ്ടുകൊണ്ട് BLOക്ക് അവരുടെ ഒപ്പ് വാങ്ങി അവരുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് കൊടുക്കാനും പറ്റും. അല്ല, ഓൺലൈനിൽ ചെയ്യാമല്ലോ, അല്ലെങ്കിൽ ഓൺലൈനിൽ ചെയ്യാം. അതും അതിന് വേറെ ഒരു വിഷയം, ഒരു ആശങ്കയും ഇതിൽ സംബന്ധിച്ചിടത്തോളം വരാനില്ല. BLO എന്ന നിലയിൽ ഇപ്പോൾ കുറേ വീടുകളിൽ പോയല്ലോ, ഇപ്പൊ നമ്മൾക്കില്ലാത്ത കുറെ സംശയങ്ങൾ ഈ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഈ ആളുകളുടെ ചില കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത് കൂടാതെ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അനുഭവം എന്ന് പറയാനുള്ളത്, ജനങ്ങൾ എപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് SIR വരുമ്പോൾ 2002 വരുമ്പോൾ നമ്മുടെ മുന്നിൽ പഞ്ചായത്ത് ഇലക്ഷൻ ഇല്ല. അതായത് 2000-ലാണ് പഞ്ചായത്ത് ഇലക്ഷൻ, പിന്നീട് 5, 10, 15, 20, 25. ഇതിൽ 25 SIR വന്നു, പഞ്ചായത്ത് ഇലക്ഷൻ വന്നു. അപ്പോൾ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന എനിക്കുണ്ടായ ഒരു അനുഭവം, നല്ല ചോദ്യമാണത്. എനിക്കുണ്ടായ ഒരു അനുഭവം, ഇന്നലെ ഏത് വീടാ ഞാൻ പറയുന്നില്ല, ഒരു വീട്ടിൽ പോയ സമയത്ത് എന്നോട് പറഞ്ഞു, ഡിസംബർ 11-നല്ലേ പഞ്ചായത്ത് ഇലക്ഷൻ, അതിന് മുന്നിൽ ഇതൊക്കെ തീരുമോ? അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, പഞ്ചായത്ത് ഇലക്ഷൻ നടത്തുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. അതിന് പ്രത്യേകിച്ച് വാർഡ് അടിസ്ഥാനത്തിലാണ്. അതിന് BLO എന്ന് പറയുന്നൊരു സംവിധാനമില്ല. അത് പഞ്ചായത്ത് അധികൃതരും അല്ലെങ്കിൽ ഇവിടെ മുനിസിപ്പാലിറ്റി അധികൃതരും അവിടത്തേക്ക് ഹിയറിങ്ങിന് വിളിക്കും. അതും ഓൺലൈനിലാണ്. അത് ഫോം 4 ആണ്. അതിനെപ്പറ്റി എനിക്ക് ധാരണ ഇല്ലെങ്കിലും ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഫോം 4 ആണ് അതിലെ ഇൻക്ലൂഷൻ ഓഫ് വോട്ടേഴ്സ് എന്ന് പറയുന്നത്. അത് ഓൺലൈനിലാണ്. പക്ഷേ അതിനൊരു പ്രത്യേക ഡേറ്റും ടൈമും ആര് കൊടുക്കും? മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അധികൃതർ കൊടുക്കും. അവിടെ പോയി ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാക്കി രേഖകളൊക്കെ കൊടുത്താലേ ആ പട്ടികയിൽ പേര് വരും. ആ പട്ടികയിൽ പേര് വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ പട്ടികയിൽ പേരുണ്ടാവില്ല. ഇത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ്. ഇത് നിയമസഭ, ലോക്സഭ ഇലക്ഷൻ ബൂത്ത് അടിസ്ഥാനത്തിലാണ്. ഒരു ബൂത്തിൽ 2-3 വാർഡുകൾ ഉണ്ടാവാം. അപ്പോൾ അത് ജനങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടാവണം. പ്രത്യേകിച്ച് 2025 ഇത് രണ്ടും ഒരുമിച്ച് വന്നുകൊണ്ടാണ് എല്ലാവർക്കും ഈ കൺഫ്യൂഷൻ. പഞ്ചായത്ത് ഇലക്ഷൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്, നിയമസഭ, ലോക്സഭ ഈ പറയുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിലാണ്. അപ്പോൾ ഇത് BLO വീട്ടിൽ വന്ന് നിങ്ങളെ സഹായിക്കും. അത് അവിടെ ഓഫീസിൽ പോയി നമ്മൾ രേഖകൾ ഹാജരാക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ഈ ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷന്റെ ഈ തദ്ദേശ ഇലക്ഷന്റെ വോട്ടർ പട്ടികയൊക്കെ ഓൾറെഡി ആയല്ലോ, കഴിഞ്ഞു. അതിന്റെ ഡേറ്റും ഇതില് പേരെഴുതുന്നതും ഇത് വാങ്ങുന്നതുമായിട്ട് അതിനൊരു ബന്ധമില്ല. ഇതില് ഇനി പേരെഴുതാൻ വിട്ടോ, ഇതില് പേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതില് വോട്ട് വരാതിരിക്കില്ല. ഇതും അതും തമ്മിൽ ഒരു ബന്ധമില്ല. സാർ പറഞ്ഞതുപോലെ രണ്ടും ഒരേ സമയം വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ലോക്സഭ പറയുന്നവർക്ക് നിയമസഭയിലും നടക്കും. നമുക്കറിയാം 2001, 6, 11, 16, 21, നെക്സ്റ്റ് 26 ഏപ്രിൽ മെയ് മാസത്തിലേക്കാണ് ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ പ്രോഗ്രാം ഏതാണ്ട് ഒരു വക ഇതെല്ലാം ടച്ച് ചെയ്തല്ലോ. മാത്രമല്ല പ്രഷർ മനസ്സിലാക്കുന്നത് സാർ ഇങ്ങനെ ഡ്യൂട്ടിയിൽ പോകുന്നതിനാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ ഇത് വൈൻഡപ്പ് ചെയ്യാം. അതിനിടെ പ്രേക്ഷകരോട് പൊതുവായിട്ട് എന്താണ് ഈ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാനുള്ളത്? ഓക്കെ, പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു സാധാരണ പ്രക്രിയ മാത്രമാണ്. ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സിമ്പിളായിട്ട് നമുക്ക് ലളിതമായിട്ട് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇല്ലെങ്കിൽ നിങ്ങളെ BLO സഹായിക്കും. BLOക്ക് കൃത്യമായ നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. ജനങ്ങളെ പരമാവധി സഹായിക്കണം. പോരാത്തത് വേണമെങ്കിൽ നിങ്ങൾക്ക് BLA ബൂത്ത് ലെവൽ ഏജന്റ് എന്ന് പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും, അത് CPMന്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും BJPന്റെ ആയാലും ലീഗിൻ്റെ ആയാലും ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച
BLA എന്ന് പറയുന്ന സിസ്റ്റം കൂടി ഇതിനൊപ്പം ഉണ്ട്. അവരും ഈ പട്ടികയായിട്ട് നിങ്ങളൊപ്പം വരും, BLOനെ സഹായിക്കും. ഇനി BLA മാത്രം അല്ലാത്ത രാഷ്ട്രീയ പാർട്ടിക്കാർക്കും പ്രത്യേകിച്ച് ഇതിന് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്, ക്ലബ്ബുകളിൽ പോയി പിന്നെ സഹായിക്കുന്നുണ്ട്. കുറേ നിരവധി, കാരണം 1300 1200 വോട്ടുകളൊക്കെ ഉള്ള സ്ഥലത്ത് എൻ്റെ ഇപ്പോൾ 839 വോട്ടാണുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ ഒരു കാര്യം ഇനി ഒന്നും കൂടി വരാൻ വേണ്ടി പോകുന്നത് 1200 താഴെ ഒരു ബൂത്ത് ആക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതിന് കണക്കായി BLOമാർ വരും, BLAമാർ വരും. അവരൊക്കെ സഹായിക്കാൻ ഈ നാട്ടുകാരുണ്ട്. ഇനി ഇല്ലെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ, പിന്നെ 1950 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ എല്ലാ ഡീറ്റെയിലും കിട്ടും. അവർ കോൾ സെൻറ്റർ എന്ന രീതിയിലേക്ക് സഹായിക്കുന്നുണ്ട്, മാധ്യമങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഞാൻ തന്നെ കുറേ ചാനലുകളിലേക്ക് ഈ പറയുന്ന കുറേ ലിങ്കുകൾ 2002 പട്ടിക, കാണേണ്ട പട്ടിക, അത് ഡൗൺലോഡ് ചെയ്യേണ്ട പട്ടിക, 2025 പട്ടിക, പിന്നെ ആരാണ് നിങ്ങൾ BLO, ഈ പറയുന്ന എല്ലാ സിസ്റ്റം അടങ്ങുന്ന ഒരു ലിങ്ക് ഇലക്ഷൻ കമ്മീഷൻ തരുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. സെൽഫി മത്സരം ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി എത്ര ഇതിനെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്ന രീതിയിലേക്കൊക്കെ ഇലക്ഷൻ കമ്മീഷൻ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഴുവൻ ആളുകളും ഇതിനു വേണ്ടി നല്ല സഹകരണം നടത്തണമെന്നാണ് എനിക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായി പറയാനുള്ളത്. ഇതിൽ യാതൊരു പേടിക്കേണ്ടയോ ആശങ്കയുടെ അടിസ്ഥാനമില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ വളരെ വിശദമായിട്ട് എനിക്ക് തോന്നി സാറിന്റെ ഈ സംസാരം കേട്ട് കഴിഞ്ഞാല് ഇത് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇതുവരെ മടിച്ചു നിന്ന പലരും കണ്ട ഉടനെ പോയി ഫോം പൂരിപ്പിച്ച് കൊടുക്കുമെന്നാണ്. ഈ തിരക്കിനിടയിൽ ഇത്രയും സമയം നമ്മൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ വളരെയധികം നന്ദി. നന്ദി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സാറ് പറഞ്ഞത് പ്രകാരം നോക്കുമ്പോൾ എല്ലാവർക്കും വളരെ ഈസിയാണല്ലോ ഇത് പൂരിപ്പിക്കൽ എന്ന് തോന്നിയിട്ടുണ്ടാകും. മിക്കവാറുമുള്ള എല്ലാ സംശയങ്ങളും സാർ ഇതിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലാണ്, നിങ്ങൾക്കറിയാം. സംശയങ്ങൾ വീണ്ടും നിങ്ങൾക്കൊന്ന് റിവേഴ്സ് അടിച്ച് കാണാൻ പറ്റും. മറ്റ് ചാനലുകൾ പോലെയല്ല, വീണ്ടും വീണ്ടും കേൾക്കാനും കാണാനും പറ്റും. കൃത്യമായി നിങ്ങളിത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് നീങ്ങുക. നാടകത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. പുതിയ വിഷയവുമായി വീണ്ടും കാണാം.